പ്രൈസ് ഗോഡ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മോസ്റ്റായിലുള്ള റോട്ടുണ്ട ചർച്ചിൻ്റെ മുൻപിലാണ്. വളരെ ഫേമസായ, ഈ ദേശത്തിൽ വളരെ ഫേമസായ ഒരു ചർച്ചും ഈ മോസ്റ്റ എന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഈ സ്ഥലത്ത് ഏകദേശം 4000 മുതൽ 2500 BC കാലഘട്ടത്തിൽ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകളൊക്കെ ഈ സ്ഥലത്ത് നിന്ന് കിട്ടാനായിട്ടിടയായിട്ടുണ്ട്. എന്നാൽ 14th century 15th centuryയിൽ ഇവിടെ ഏകദേശം 473 പേർ, 75 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 19th century ആയപ്പോൾ 1,33,000 പേർ ഇവിടെ താമസമാക്കുകയും അന്ന് അവർക്കൊരു ചെറിയൊരു ചാപ്പലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ചാപ്പലിൽ നിന്ന് 19th centuryയിൽ വലിയൊരു ചാപ്പലിലേക്ക് മാറണമെന്നുള്ള ആവശ്യമാണ്. വലിയൊരു ചർച്ച് പണിയണമെന്നുള്ള ആഗ്രഹം വരികയും ഇവിടുത്തെ ഒരു ആർക്കിടെക്റ്റ് ആയിരിക്കുന്ന ജോർജ് ഗ്രാഗ്നറ്റ് അദ്ദേഹം റോം സന്ദർശിച്ചപ്പോൾ കണ്ട റോമിലെ ചർച്ചസിൻ്റെ മാതൃകയിൽ വലിയ ഡോമോടുകൂടി ഒരു ചർച്ച് പണിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ 1833 മെയ് മാസം വലിയ ചർച്ചിന് ഇന്ന് കാണുന്ന ഈ ചർച്ചിനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. ഇതിൻ്റെ വളരെ മനോഹരമായ ചർച്ചാണ്. ഇതിൻ്റെ ആ ഡോം നിൽക്കുന്ന തൂണുകളില്ലാതെ ഇത്രയും വലിയ ഇതിനകത്ത് പണിയപ്പെട്ടിരിക്കുന്ന അതിമനോഹരം. ഞങ്ങളിന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ അതിനകത്തെ പെയിൻറ്റിങ് വർക്കുകൾ നടക്കുകയായിരുന്നു. ഈ ചർച്ച് വളരെ മനോഹരമാണ്. ഇത് വളരെ ഹിസ്റ്റോറിക്കൽ മിറക്കിൾ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഹിസ്റ്റോറിക്കലി ഇത് വളരെ 2ാം ലോക മഹായുദ്ധത്ത് കാലഘട്ടത്തിൽ ജർമ്മൻ സൈന്യം ഈ ചർച്ചിൻ്റെ ഈ മാൾട്ട ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഈ ചർച്ചിന് ചുറ്റും ബോംബ് വർഷിക്കുവാനിടയായി. അതിലെ അയൺ ബോംബ് വർഷിക്കാനിടയായി. ആ അയൺ ബോംബിൻ്റെ ആ ബോംബ് അത് നേരെ എൻ്റെ ഡോം വഴി, ചർച്ചിൻ്റെ വഴി ചർച്ചിൽ ആരാധന നടക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്ക് വീണു. അത് പക്ഷേ പൊട്ടിയില്ല. ആ പൊട്ടാത്ത ഇത് വന്ന് വീണ് അത് ഇന്നും അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഈ അയൺ ബോംബാണ് ഈ കാണുന്നത്. ഇതുപോലെ ഈ ചർച്ചിന് ചുറ്റും തന്നെ മൊത്തം 4 ബോംബുകളാണ് വർഷിച്ചത്. അതിൽ ഈ 4ഉം അതിന് ചുറ്റുമുള്ളതും ഒന്നും പൊട്ടിയില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതിനെ മിറക്കിൾ ചർച്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒത്തിരിയും ജനം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിനെ അത്ഭുതകരമായി ഈ ജർമ്മനിയുടെ ബോംബുകൾ പലയിടങ്ങളിലും വീണ് വളരെ മാരകമായ നാശനഷ്ടങ്ങളുണ്ടായി. പക്ഷേ ഈ ബോംബുകളും ബാക്കി ബോംബുകളെല്ലാം പൊട്ടിയപ്പോൾ ഈ 4 ബോംബുകളും ചർച്ചുമായി ബന്ധപ്പെട്ട് പൊട്ടിയില്ല. അതിലൊരു ബോംബ് അതുപോലെ തന്നെ ചർച്ചിൻ്റെ ആൾത്താരയുടെ പുറകിലായിട്ടുള്ള ഈ റൂമിൽ അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ചർച്ചിൻ്റെ തൊട്ട് മുറ്റത്തായിട്ട് നമ്മളിപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ചർച്ചിൻ്റെ അണ്ടർഗ്രൗണ്ടാണ്. അതിനകത്ത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്നെയും ഇവരുടെ ലൈഫ് തന്നെ ഒരു യുദ്ധ ഭീഷണിയിലാണ്. ഏത് സമയത്തും യുദ്ധം സംഭവിക്കും. ഇവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ലൈഫിനകത്ത് ഇനിയൊരു യുദ്ധമോ പ്രകൃതിക്ഷോഭമോ ഒക്കെ ഉണ്ടാകാം, അവരോട് എല്ലാം തകരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു ചിന്താഗതിയിലുള്ള ജീവിതമാണ്. ഇത് ചർച്ചിൻ്റെ അടിയിലേക്ക് കാണപ്പെടുന്ന കുരങ്കം പോലെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതിനകത്ത് ഒത്തിരി ആൾക്കാർ ഒരു യുദ്ധ സൈറനവും മറ്റും കേൾക്കുമ്പോൾ അണ്ടർഗ്രൗണ്ട് ആയിട്ട് അവർക്ക് സൂക്ഷിക്കപ്പെടുവാനുള്ള 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ ഇതിനകത്തായിരുന്നു ഇവർ ഷെൽട്ടർ പോലെ അവരതിനകത്ത് ജീവിക്കാനിടയായി. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിത് കുഴിച്ചതിൻ്റെ ആയുധങ്ങളും ഇതിനകത്ത് ജീവിച്ചതിൻ്റെ നാളുകളോളം ഇതിനകത്ത് താമസിച്ചിരുന്നതിൻ്റെ എല്ലാം ഒരു മ്യൂസിയം പോലെ മാൾട്ട ഇൻ വേൾഡ് വാർ സെക്കൻഡ് അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു മ്യൂസിയം പോലെ കാണാം. ഇപ്പോൾ ഇതെപ്പോഴും ഓപ്പണാണ്. ഒരു സൈഡിൽ കൂടെ കയറി ഇതിനകത്തൂടെ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങരുത്. ചർച്ചിൻ്റെ ഫ്രണ്ടിലായി കാണപ്പെടുന്ന ഇത് എപ്പോഴും ഓപ്പണാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒരു വാർ സംഭവിച്ചാൽ ഇതിനകത്ത് ജനം കയറി സുരക്ഷിതമായിരിക്കണം. ഇതെല്ലാം ബോംബ് വീണാലും അത് പൊട്ടാതിരിക്കുക, അത് ഇതിനകത്തൊരു പ്രശ്നം വരാത്ത തരത്തിൽ അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ ഇവർ ഉപയോഗിച്ച ഈ മഴവും ഈ ചുറ്റികയും ഇങ്ങനെയുള്ള ഈ കാണുന്ന സാധനങ്ങളൊക്കെ കൊണ്ട്
ഒക്കെ മനുഷ്യനിർമ്മിതമായ ഒരു ഗുഹയാണ്, അണ്ടർഗ്രൗണ്ടാണ്. ഇതൊക്കെ ഈ ആയുധങ്ങളൊക്കെയാണ് അവരന്ന് അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇതിന് ഒത്തിരി ദൂരമുണ്ട്, ഒത്തിരി പേർക്ക് അതിലൂടെ നമുക്ക് കയറി ഇതിനകത്ത് വരാം. ഇത് ചർച്ചിൻ്റെ അണ്ടർഗ്രൗണ്ടാണ്. അതിലൂടെ ഒരു സൈഡിലൂടെ ഇറങ്ങി മറ്റൊരു സൈഡിലൂടെ തിരിച്ച് കയറുന്ന ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ജനത്തിന് എപ്പോഴും ഒരു യുദ്ധ ഭീഷണിയിലാണ്. അവരിപ്പോഴും പറയുന്നത് ഇനിയും വേൾഡ് വാറുകൾ വരാം. ആ സമയങ്ങളിൽ ഞങ്ങളുടെ ലൈഫിന് യാതൊരു ഗ്യാരൻറ്റീഡുമല്ല, എപ്പോഴും എന്ത് വേണോ സംഭവിക്കാം. അങ്ങനെ ഒരു മാനസികമായ തലത്തിലാണ് അവിടുത്തെ ജനം വസിക്കുന്നത്. വളരെ സിറ്റിയാണ്, ഒരു സിറ്റിയുടെ നടുക്കായിട്ട് വളരെ മിറക്കിൾ ചർച്ചസ് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ ചർച്ചും അതിൻ്റെ കൺസ്ട്രക്ഷനുകളുമാണ് നമ്മൾ കണ്ടത്. ഇത് മോസ്റ്റ എന്ന സിറ്റിയുടെ നടുക്കാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ചർച്ച് വിസിറ്റ് ചെയ്തത്. മോസ്റ്റ റോട്ടുണ്ടാണ്. ഈ സ്ഥലങ്ങൾ കാണേണ്ടതിന് നിങ്ങൾ മരിപ്പച്ച ഒരുക്കുന്ന ക്രേറ്റ സൈപ്രസ് മാൾട്ട ടൂർ പ്രോഗ്രാമുമായി കോൺടാക്റ്റ് ചെയ്യുക.